ടീസർ ഒരു രക്ഷയില്ല, കിടിലൻ സാധനം. മലയാളത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് ലെവൽ സാധനമാണ്, പീക്ക് ലെവലായിരിക്കും. അന്യായ സാധനം. ലാലേട്ടൻ്റെ ഒരേ സ്വാഗ്, ഒരു രക്ഷയില്ല. കിട്ടിലോ എന്ന് പറഞ്ഞാൽ കിടിലം, ഒന്നും പറയില്ല. ജയിലർ 2 ലാലേട്ടനെ കാണിക്കാത്തതിൻ്റെ വിഷമം ഇതിലൂടെ മാറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ലാലേട്ടൻ ഒരു രക്ഷയില്ല. കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലം, ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ടീസറിൽ. അന്യായം, ഒരു രക്ഷയില്ല. മലയാള സിനിമയായിട്ട് തോന്നിയില്ല. ബോളിവുഡ്, ഹോളിവുഡ് കിട്ടില്ല, ഒരു രക്ഷയില്ല. മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇന്നേ വരെ വന്നിട്ടുമില്ല, ഇനി വരെയില്ല. വെടിച്ചില്ല സാധനം എന്ന് പറഞ്ഞാൽ വെടിച്ചില്ല, ഒന്നും പറയില്ല. ടീസർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, ലോക പൊളി. ഒരു രക്ഷയില്ല. അന്യായം ഒന്നും പറയില്ല. പക്ഷേ ഈ ബാഡ് ഫേസ് എന്നൊരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ നിൽക്കുമ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർഡം, ആ സ്റ്റാർഡം എന്നെന്നും നിലനിൽക്കുന്നതെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ക്രൗഡാണ് ഇന്ന് ട്രിവാൻഡ്രത്തെ ലാലേട്ടൻ ഫാൻസ് എന്ന് അതിനെപ്പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്നിട്ട് ഈ ഒരു സമയത്ത് ലാലേട്ടന് വേണ്ടി ഒരു ടീസറിന്, ഒരു ട്രെയിലറല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി, ടീസറിന് വേണ്ടി ഇത്രയും രീതിയിൽ ഇത്ര ഒരു ഹൈപ്പിൽ ഈ ആളുകളെല്ലാം, അതും ഫാൻസ് മാത്രമല്ല, ഇവിടെ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ, ഇവിടെ ലേഡീസ് ഓഡിയൻസ്, ഫാമിലി ഓഡിയൻസ്, എത്ര പേര് ഇതെല്ലാവരും ഇതിന് ലാലേട്ടൻ എന്നാണ് ഒറ്റ ഒരു. അപ്പം മലയാള സിനിമയിൽ ഇനി ലാലേട്ടന് പകരം എല്ലാവരും പറയുന്നുണ്ട് എന്തോന്നാണ്, ലാലേട്ടനെ അഭിനയം പഠിപ്പിക്കണം, ലാലേട്ടൻ്റെ അഭിനയം അപ്ഡേറ്റഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ശരിയായിരിക്കും, ഒരു പക്ഷേ വിജയങ്ങളായിരിക്കും. നമുക്ക് കുറച്ച് പല പടങ്ങളും വിജയിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ പ്രശംസിക്കുമായിരിക്കും, പുകഴ്ത്തുമായിരിക്കും. പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയാം, only the failures will say or only the failures will show how many die-hard fans. ശരിക്കുള്ള ഡൈ-ഹാർഡ് ഫാൻസ് എത്ര പേരുണ്ടെന്ന് ഫെയിലിയേഴ്സ് കാണിക്കും. ഈ ഫേസിന് ലാലേട്ടന് വേണ്ടി ഇത്രയും ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ അതാണ് ലാലേട്ടൻ്റെ വിജയം. ആത്മാർത്ഥമായിട്ട് പറയാതാണ് ലാലേട്ടൻ്റെ വിജയം. എന്താണ് ബ്രോ ടീച്ചറിൻ്റെ കരയണല്ലേ ഇത്? ഞാൻ സത്യമായിട്ട് ഞാൻ ലാലേട്ടൻ്റെ കടുത്ത ആരാധകനാണ്. എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ലാലേട്ടൻ്റെ അത്ര ആരാധകനാണ്. ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളും പറയാൻ പറ്റണില്ല. ഇനി ലാലേട്ടൻ മലയാള സിനിമയിലെ നരസിംഹത്തിൽ കൂടെയാണ് ആദ്യത്തെ നമ്മൾ റെക്കോർഡ് തുടങ്ങിയത്. ആദ്യത്തെ 1 കോടി ക്ലബ്ബായിരുന്നാൽ, അല്ലെങ്കിൽ ആദ്യത്തെ ദൃശ്യത്തിൽ കൂടെ 50 കോടി, അല്ലെങ്കിൽ ലൂസിഫറിൽ കൂടെ 100 കോടി, ഇനി എമ്പുരാനിൽ കൂടെ 200, 300 എല്ലാം കടന്ന് 500 കോടി. മലയാള സിനിമയുടെ പീക്ക്, മലയാള സിനിമയുടെ വാണിജ്യപരമായിട്ടുള്ള സാധ്യതകൾ എത്രയെന്ന് കാണിക്കുന്ന തരത്തിലുള്ള സിനിമയായിരിക്കും എമ്പുരാൻ. ഇനി ലാലേട്ടൻ്റെ വരാൻ പോകുന്ന എല്ലാ സിനിമകളും എമ്പുരാന് ശേഷം, എമ്പുരാൻ്റെ ആ ഒരു വിജയത്തിൻ്റെ ഇതിൽ വരുന്ന അടുത്ത് വരാൻ പോകുന്ന തുടരും, അതേപോലത്തെ പടങ്ങളെല്ലാം, ഇനി എല്ലാ പടങ്ങളും വൻപം പ്രതീക്ഷകൾ തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇനി നല്ല കാലം വരും.